ഇപ്പൊ ഇംഗ്ലീഷിൽ നബി ചരിത്രത്തിന്റെ പ്രവാഹമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഓരോ ദിവസം എന്ന പോലെ പുതിയ പുതിയ പുസ്തകങ്ങൾ, ഒന്നാന്തരം പുസ്തകങ്ങൾ, പല പല അപ്രോച്ചിൽ, പല പല ആംഗിളുകളിൽ ലോകത്ത് മുഹമ്മദ് നബിയുടെ സ്വാധീനം ആഴങ്ങളിലേക്ക് പോയിക്കൊണ്ടേയിരിക്കുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു യൂറോപ്യൻ പണ്ഡിതൻ എഴുതി, ദ മോസ്റ്റ് സക്സസ്ഫുൾ ഓഫ് ഓൾ ദി പ്രോഫറ്റ്സ്, എല്ലാ പ്രവാചകന്മാരിലും വെച്ച് ഏറ്റവും വലിയ വിജയി മുഹമ്മദാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ചിലരൊക്കെ പറഞ്ഞ് വലിയ വലിയ വാക്കുകൾ പറഞ്ഞു. ബെർണാഡ് ഷാ പറഞ്ഞു, ലോകത്തിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഒറ്റ വഴിയുള്ളൂ, മുഹമ്മദ് തിരിച്ചു വരണം സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇംഗ്ലീഷിലെ ഏറ്റവും വലിയ എസ്സൈസ്റ്റ് ആയിരുന്നു അദ്ദേഹം. ഇപ്പോഴും അങ്ങനെ തന്നെ. അദ്ദേഹത്തെ മറികടക്കുന്ന അത്ര വലിയൊരു പ്രബന്ധകാരൻ പിന്നീട് ജനിച്ചിട്ടില്ല. ജോർജ് ബെർണാഡ് ഷാ, മഹാചിന്തകനായ ബെർണാഡ് ഷാ, രസികനായ ബെർണാഡ് ഷാ. ലോകത്തെ നന്നാക്കി തീർക്കാനുള്ള ഒരേ ഒരു പോംവഴി മുഹമ്മദ് തിരിച്ചു വരണം, എന്നിട്ട് തന്നിഷ്ടം പോലെ ലോകത്തെ മാറ്റണം എന്നാണ് ബെർണാഡ് ഷാ പറയുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. നെപ്പോളിയൻ പറഞ്ഞു, എനിക്ക് 2 ആഗ്രഹങ്ങളേ ഉള്ളൂ. ഒന്ന്, ലോകത്തെ ജയിച്ചടക്കണം. 2, ഞാൻ ജയിച്ചടക്കിയ ലോകത്ത് മുഹമ്മദ് സൃഷ്ടിച്ച മാതൃകയിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സമൂഹത്തെ സൃഷ്ടിക്കണം. ലാമർട്ടൈൻ പറഞ്ഞു, ലോകം കണ്ട ഏറ്റവും വലിയ വിജയിയായിട്ടുള്ള വിപ്ലവകാരി മുഹമ്മദ് നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളെ ജീവിതകാലത്ത് നമ്മൾ വേറെ പലതും കണ്ടു. നമ്മുടെ ജീവിതകാലത്താണ് മൈക്കിൾ ഹാർട്ടിന്റെ പുസ്തകം ഇറങ്ങിയത്, ദ 100. ലോകത്തെ ഏറ്റവും വലിയ സ്വാധീനം സൃഷ്ടിച്ച 100 പേർ. അതിൽ 1-ാം സ്ഥാനം പരിശുദ്ധ റസൂൽ. ഇതിങ്ങനെ നടന്നുകൊണ്ടേയിരിക്കണം. ലോകവിപ്ലവത്തിന്റെ സങ്കേതമായി, പരിവർത്തനത്തിന്റെ ശിരാകേന്ദ്രമായി, കുഴിച്ചുമൂടപ്പെട്ട പെൺകുട്ടിയുടെ മോചനമായി, തൊഴിലാളിക്ക് വയർപ്പ് വറ്റുന്നതിന് മുമ്പ് കൂലി കൊടുക്കുന്ന ഏറ്റവും വലിയ മോചന മന്ത്രമായി, സമത്വത്തിന്റെ ഏറ്റവും വലിയ വിളംബരമായി, മനുഷ്യത്വത്തിന്റെ പ്രഖ്യാപനമായി, മാനവികതയുടെ ആഘോഷമായി, രാഷ്ട്രീയ സമത്വത്തിന്റെ, സാമ്പത്തിക സാഹോദര്യത്തിന്റെ ഏറ്റവും വലിയ വിളംബരമല്ലയോ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഗർ ഖമൂശ് ഹൈ, നബി മിണ്ടാതിരുന്നാൽ ഖുദാ കി കിതാബ് ഹൈ, और जब बोलने लगे तो रिसालत माब है. നബി മിണ്ടാതിരുന്നാൽ നബി തന്നെയാണ് ഖുർആൻ. നബി മിണ്ടാൻ തുടങ്ങിയാൽ ഇത് അല്ലാഹുവിന്റെ ദൂതരായ മുഹമ്മദുമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി മൗനിയാൽ നബി ദിവ്യഗ്രന്ഥമാണ്. നബി മിണ്ടാൻ തുടങ്ങിയാൽ നബി ദൈവദൂതനുമാണ്. സംസാരിക്കുന്ന മുഹമ്മദ് നബി ദൈവദൂതനാണെങ്കിൽ മൗനിയായ മുഹമ്മദ് നബി ദൈവത്തിന്റെ വേദഗ്രന്ഥമാണ് സല്ലല്ലാഹു അലാ മുഹമ്മദ്. तेरी दीद जिसको नसीब है वो नसीब का मिले दीद है. तेरा देखना मेरी ईद है, तेरा रुख कलामे मजीद है. नहीं जिसकी कोई मिसाल है. നബിയെ അങ്ങേ കാണുന്നത് ഏറ്റവും വലിയ സൗഭാഗ്യമാണ് നബിയെ, അത് ഏറ്റവും പൂർണ്ണമായ ഭാഗ്യമാണ്. അങ്ങേ കാണുന്നതെന്റെ ഈദായ പെരുന്നാളുമാണ് നബിയെ. അങ്ങയുടെ മുഖം പരിശുദ്ധ ഖുർആന്റെ വദനമാണ് നബിയെ. അങ്ങനെ വരുമ്പോ നഹീ ജിസ്കി കോയി മിസാൽ ഹേ, അങ്ങേക്ക് സമമായിട്ട് ആരുമില്ല നബിയെ. നഹീ ജിസ്കി കോയി മിസാൽ ഹേ, തൂഹി ആമിന ക്യാ ലാൽ ഹേ. അങ്ങല്ലയോ ആമിനയുടെ പ്രിയപ്പെട്ട പൊന്നുമോൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി. യെ ജഹാൻ ഫിദാ തെരെ നാം പർ, യെ ജഹാൻ ഫിദാ തെരെ നാം പർ. ഈ ലോകം അങ്ങേക്ക് ദണ്ഡമാണ് നബിയേ. ഖുശ്ബൂ